അപ്പം നമ്മൾ അവിയലുണ്ടാക്കാൻ പോണ്. അവിയലുണ്ടാക്കാൻ കുറച്ച് പച്ചക്കറികൾ എടുത്തിട്ടുണ്ട്. എന്തുട്ടൊക്കെ നോക്കാം നമുക്ക്. കുറച്ച് മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട്, മത്തങ്ങ എടുത്തിട്ടുണ്ട്, ചേന, വഴുതിനിങ്ങ ഒരു പകുതിന് എടുത്തിരിക്കണം കേട്ടോ. കൊത്തമരപ്പയർ, ചതുരപ്പയർ എന്നും പറയുന്നത്, കുറച്ച് ഉരുളക്കിഴങ്ങ്, ബീൻസ്, ക്യാരറ്റ്, കായ, പച്ചക്കായ. ഇനി ഈ പച്ചക്കറി പോകാനായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പം നമ്മൾ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം, 1 ടീസ്പൂണ് ഉപ്പിട്ട് കൊടുക്കണം, ഇളക്കി കൊടുക്കുക. വെള്ളം പോരാ, കുറച്ചും കൂടി വെള്ളം ഒഴിക്കുക. നമുക്ക് അടുപ്പ് കത്തിക്കുക, മൂടി വെക്കുക. ഇനി ഇത് മൂടി വെച്ചിട്ടുണ്ട്. ഇനി ഇത് വേവട്ടെ. ഇത് വേവുമ്പോഴത്തേനും നമുക്ക് ഇതിലേക്ക് അരപ്പ് തയ്യാറാക്കാം. അരപ്പ് തയ്യാറാക്കാനായിട്ട് ഒരു 2 പിടി നാളികേരം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ 5-6 ചുവന്നുള്ളി, 6 പച്ചമുളക്, 1 ടീസ്പൂണ് നല്ല ജീരകം. ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക. വല്ലാണ്ട് അരഞ്ഞു പോകണ്ട, ഒന്ന് ചതച്ചെടുക്കുക. ഇതേപോലെ അരഞ്ഞാൽ മതി, വല്ലാണ്ട് പേസ്റ്റാക്കി ഇറക്കണ്ട. നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. നമ്മളെ കഷ്ണങ്ങൾ വെന്തോ നോക്കാം. കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, മുരിങ്ങക്കായൊക്കെ വെന്തിട്ടുണ്ട്. അപ്പൊ നമ്മളെ ഈ അരപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് കുറച്ച് നേരം മൂടി വെക്കാം. അതിൻ്റെ ഒരു പച്ചമുളകിൻ്റെ ഉള്ളിൻ്റെ ഒക്കെ ഒരു പച്ച സ്മെല്ല് മാറിയിട്ട് നമുക്കിനി തൈരും കറിവേപ്പിലയും ചേർക്കണം. നമുക്കിനി തൈര് ചേർത്ത് കൊടുക്കാം. അപ്പം നമുക്ക് 2 ടീസ്പൂൺ തൈര് ചേർക്കാം. തൈര് നമുക്ക് 1 ടീസ്പൂൺ ഇങ്ങനെ ചേർക്കാം. 1 ടീസ്പൂൺ 2 ടീസ്പൂൺ ചേർക്കാം. പുളി കുറവുള്ള തൈരാണത്. ഇങ്ങനെ നമുക്ക് നടുവിൽ കുറച്ച് സ്പേസ് ഉണ്ടാക്കാം. ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. 2 തണ്ട് കറിവേപ്പില ഇതിൽ ഇട്ട് കൊടുക്കുക. 2 മിനിറ്റ് ഒന്ന് മൂടി വെക്കുക. വെളിച്ചെണ്ണ വേപ്പായിട്ടിട്ട് നമ്മൾ 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഗ്യാസ് ഓഫ് ചെയ്യുക. അവിയൽ റെഡി നമ്മൾ. ഇപ്പം 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മൾ അവിയൽ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പം നമ്മളെ അവിയൽ റെഡിയായി, ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്.